ഒരു യുവാവ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ വിറ്റ് സമ്പാദിച്ചത് 2 5 സ്റ്റാർ ബാറുകൾ, വിദേശത്ത് അപ്പാർട്ട്മെൻറ്റുകൾ, വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ അടങ്ങിയ കോടികളുടെ സ്വത്തുക്കൾ. ഇത് വേറെ എങ്ങുമല്ല, നമ്മുടെ കൊച്ചു കേരളത്തിലെ കൊച്ചു ഗ്രാമത്തിലെ യുവാവാണ്. എന്താ വിശ്വാസം വരുന്നില്ലേ? വിശ്വസിച്ചേ പറ്റൂ. വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ഒരു മാഫിയ തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. മലപ്പുറം പോലീസിന് കിട്ടിയ ഒരു രഹസ്യ വിവരത്തെ തുടർന്ന് പൊന്നാനി പോത്തന്നൂർ സ്വദേശിയായ യുവാവ് ഇർഷാദിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പൊളിഞ്ഞത് വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയുടെ ഒരു മായാൽ സാമ്രാജ്യം തന്നെയാണ്. ഒറിജിനലിനെ വെല്ലുന്ന വ്യാജൻ. ഇർഷാദ് നടത്തിവരുന്ന പൊന്നാനിയിലെ വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിൽ നടത്തിയ റെയ്ഡിൽ കൊറിയർ വഴി വിതരണത്തിനായി തയ്യാറാക്കി വെച്ചിരുന്ന സംസ്ഥാനത്തിന് പുറത്തുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ 100ഓളം വ്യാജ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളുമാണ് പോലീസ് കണ്ടെടുത്തത്. ഇതേ തുടർന്ന് ഇർഷാദിനെയും സഹായികളായ രാഹുൽ, നിസാർ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മാർക്ക് ലിസ്റ്റുകൾ, കോൺടാക്ട് സർട്ടിഫിക്കറ്റുകൾ, ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ, വിവിധ പ്രൊഫഷണൽ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകൾ, റെക്കമെൻഡേഷൻ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവയാണ് ഇവരിൽ നിന്ന് കണ്ടെത്തിയത്. ഈ 3 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിൽ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശിയായ ജസീമാണ് സർട്ടിഫിക്കറ്റുകൾ ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നതെന്ന വിവരം പോലീസിന് ലഭിച്ചു. അങ്ങനെ ഇർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്ത വിവരം മനസ്സിലാക്കിയ ജസീം ഒളിവിൽ പോകുന്നു. കോട്ടയം, തെങ്കാശി എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയുകയും അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിലേക്ക് കടക്കുകയും ചെയ്തു. വിവരമായ അന്വേഷണങ്ങൾക്ക് ശേഷം ബാംഗ്ലൂരിലെ ഒളിസങ്കേതത്തിൽ നിന്നും പൊന്നാനി പോലീസ് ജസീമിനെ പൊക്കി. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ മനസ്സിലായി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്നത് സംഘത്തലവനായ ഡാനി എന്ന ആളാണെന്നാണ്. എന്നാൽ തന്നിലേക്ക് അന്വേഷണം എത്താതിരിക്കാൻ ഡാനി ആർക്കും തൻ്റെ യഥാർത്ഥ ചിത്രമോ മേൽവിലാസമോ നൽകിയിരുന്നില്ല, ഒരു സൂചനയും നൽകിയിരുന്നില്ല. മറ്റ് പ്രതികളിൽ നിന്നും ഡാനി മലയാളിയാണെന്ന സൂചന ലഭിച്ചു. തുടർന്ന് അന്വേഷണ സംഘം ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലും എത്തി കൊറിയർ സർവീസുകളും ബാങ്ക് അക്കൗണ്ടുകളും ദിവസങ്ങളോളം നിരീക്ഷിച്ചു. അങ്ങനെ തമിഴ്നാട് പൊള്ളാച്ചിയിൽ വീട് വാടകയ്ക്കെടുത്ത് തമിഴ്നാട് സ്വദേശികളായ ആളുകളെ ഉപയോഗിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് പ്രിന്റിംഗ് പ്രസ് നടത്തുന്ന വിവരം പോലീസിന് ലഭിച്ചു. പോലീസ് പ്രസ്സിലെത്തിയപ്പോൾ ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റുകൾ പ്രിന്റിംഗ് നടക്കുകയായിരുന്നു. ഇയാളുടെ പൊള്ളാച്ചിയിലെ താമസിക്കുന്ന വാടക വീട് റെയ്ഡ് ചെയ്തതിൽ കെട്ടുകണക്കിന് മാർക്ക് ലിസ്റ്റുകളും സർട്ടിഫിക്കറ്റുകളും പ്രിന്റ് ചെയ്ത് വിപണിയിലേക്ക് നൽകാനായി തയ്യാറാക്കി വെച്ചത് കണ്ടെടുത്തു. 1 ലക്ഷത്തിലധികം വ്യാജ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാനുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ മുദ്രയോടുകൂടിയ സർട്ടിഫിക്കറ്റ് പേപ്പറുകളും, വിവിധ യൂണിവേഴ്സിറ്റികളുടെ ഹോളോഗ്രാം സീലുകളും, വൈസ് ചാൻസലർ സീലുകളും, അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടറുകളും പ്രിന്ററും പോലീസ് പിടിച്ചെടുത്തു. പ്രസ്സിലെ തൊഴിലാളികളെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഡാനി എന്ന വ്യാജ പേരിൽ അറിയപ്പെടുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂർ സ്വദേശി ധനുഷ് എന്നയാളാണെന്ന് പോലീസിന് സൂചന ലഭിച്ചു. ധനുഷ് 2013 വ്യാജ സർട്ടിഫിക്കറ്റുമായി പിടിയിലായിരുന്നു. ഇയാൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഡാനി എന്ന അപരനാമം ഉപയോഗിച്ച് ഏജന്റുമാർക്ക് തന്നെ തിരിച്ചറിയാത്ത വിധത്തിൽ മാഫിയ സംഘത്തെ നിയന്ത്രിച്ചു വരികയായിരുന്നു. തിരൂരിൽ കോടികളുടെ ആഡംബര വീടും, പൂനെയിൽ 2 5 സ്റ്റാർ ബാറുകളും അപ്പാർട്ട്മെൻറ്റുകളും, ഗൾഫിൽ അപ്പാർട്ട്മെൻറ്റുകളും, കോടികളുടെ ബിസിനസ് സ്ഥാപനവും ഉൾപ്പെടെ കോടാനുകോടികളുടെ സമ്പത്ത് ഇതിലൂടെ അയാൾ സ്വന്തമാക്കി. അങ്ങനെ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു. അന്വേഷണം തന്നിലേക്ക് എത്തുന്നത് മനസ്സിലാക്കി കുടുംബത്തോടൊപ്പം വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ധനീഷിനെ എയർപോർട്ടിൽ പോലീസ് നിരീക്ഷിക്കുന്നത് മനസ്സിലാക്കി കർണാടകയിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ കുന്ദമംഗലം പോലീസിൻ്റെ സഹായത്തോടെ അതിസാഹസികമായിട്ടാണ് ഇയാളെ അന്വേഷണ സംഘം പിടികൂടിയത്. ഇയാൾ ഏജന്റുമാർ മുഖേന വിദേശത്തും സ്വദേശത്തുമായി നിരവധി ആളുകൾക്ക് 75,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ കൈപ്പറ്റിയാണ് ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ മുദ്രകളോടുകൂടിയ ഒറിജിനലിനെ വെല്ലുന്ന വ്യാജ സർട്ടിഫിക്കറ്റുകൾ കൊറിയർ വഴി എത്തിച്ചു നൽകിയിരുന്നത്. ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സർക്കാർ സർവീസുകളിലോ പ്രൊമോഷൻ തസ്തികകളിലോ ആരെങ്കിലും കയറിയിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു. വലിയ ഒരു മാഫിയ സംഘത്തെയാണ് നമ്മുടെ പോലീസ് കീഴടക്കിയത്.